കോഴിക്കോട് ഉള്ളേരിയിൽ വാഹനം തടഞ്ഞ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് MC അനീഷിനെ യാത്രക്കാരൻ മർദ്ദിച്ചു എന്ന പരാതിയുമുണ്ട്. അജ്മൽ ദിറാർ, അലക്സ മുഹമ്മദ്, ടോബി ജോൺസൺ, ഗോകുൽ കെ വേണുഗോപാൽ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അജ്മൽ ദിറാറിലേക്കാണ് ആദ്യം. അജ്മൽ, 52 സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഹർത്താൽ എന്ന് പറയുന്നു. ഹർത്താൽ മുന്നോട്ട് വെച്ച ആവശ്യം പൂർണ്ണമായി ന്യായമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ സമരം ഈ രീതിയിൽ ആകുമെന്ന് ആരും കരുതിയതല്ല. അജ്മൽ, കാശ്മീർ 52 ദളിത് സംഘടനകൾ ചേർന്ന് സംസ്ഥാനത്ത് ഈ അഞ്ചരക്കണ്ടിയിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഹർത്താൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം തുടക്കത്തിൽ ഈ പറയുന്നത് പോലെ ഹർത്താൽ ഏതെങ്കിലും തരത്തിൽ കടകൾ അടപ്പിക്കുകയോ ബസ്സുകൾ തടയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നില്ല. എന്നാൽ പിന്നീട് അത് ഈ പറഞ്ഞതുപോലെ ഈ ഹാഷ്മി ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തങ്ങൾ ഉയർത്തിയ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും സ്വീകരിക്കുന്നത് ഒരു അവഗണനാ നയമാണ് എന്ന് ആരോപിച്ചാണ് ഈ സമരക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ആദ്യഘട്ടങ്ങളിൽ ബസ് ജീവനക്കാരോടും ഡ്രൈവർ, കണ്ടക്ടർ എന്നിവരോടും ഒക്കെ വളരെ സൗമ്യമായി നിങ്ങൾ ഈ സമരവുമായി സഹകരിക്കണം, ഞങ്ങളുമായി ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട സമരക്കാർ പിന്നീട് ഈ പറയുന്ന ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെടുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അവിടെ നിന്നും റോഡിൽ ഉണ്ടായിരുന്ന ബസ്സിനുള്ളിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന യാത്രക്കാരുമായി തർക്കത്തിലേർപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലൊന്നായ പള്ളിപ്പുറത്ത് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഭാഗമാണ്. അവിടെ മരത്തടികളും വാഹനങ്ങളും റോഡിന് മധ്യേ കയറ്റിവെച്ച് റോഡ് തടയുന്നത് നമ്മൾ കണ്ടു. അവിടെ പിന്നീട് സമരക്കാരും ഈ പറയുന്ന പോലീസുകാരും തമ്മിൽ അതിരൂക്ഷമായ വാക്കുതർക്കവും ചീത്തവിളിയും ഒക്കെ ഉണ്ടായി. അതിനുശേഷം പോലീസ് ഇടപെട്ട് വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടക്കത്തിൽ ശാന്തമായിരുന്ന കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ആറ്റിങ്ങലും തമ്പാനൂരും ഒക്കെ പിന്നീട് രൂക്ഷമായ തർക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇത് അവസാനം വരുന്ന വാർത്ത, ഈ പറയുന്ന രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് VIT എക്സാമിനായി എത്തിയ വിദ്യാർത്ഥികൾക്ക് പോലും പോവാനാകാതെ ഈ പറയുന്ന പള്ളിപ്പുറത്ത് വാഹനം കിട്ടാതെ വന്ന വാഹനത്തിനുള്ളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എന്നാണ്. ഇപ്പോൾ നിലവിൽ 320 വിദ്യാർത്ഥികളാണ് തലസ്ഥാനത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എക്സാമിനായിട്ട് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നത്. എന്നാൽ 120 പേർക്ക് മാത്രമാണ് എക്സാമിന് ഹാജരാവാൻ സാധിച്ചിട്ടുള്ളത്. അവർക്ക് ഇനി ഒരു അവസരം കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ RCCയിൽ അടക്കം വന്ന രോഗികൾ മണിക്കൂറുകളോളം ബസ്സുകളിൽ കാത്തുകിടക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവർ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വിധത്തിലൊക്കെ വാക്കേറ്റങ്ങളും രൂക്ഷമായ വാക്ക് തർക്കങ്ങളും തലസ്ഥാന ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ സമരാനുകൂലികൾ ബസ് തടയുന്നതും അതോടൊപ്പം തന്നെ കട അടപ്പിക്കുന്നതും ഒക്കെ അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു ശക്തി പ്രകടനമായി എത്തുന്നത് കൂടി അല്പസമയത്തിനകം നമ്മൾ സാക്ഷ്യം വഹിക്കും. ഇപ്പോൾ കടകളൊക്കെ അടപ്പിച്ച സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായികൾ ആദ്യഘട്ടങ്ങളിൽ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവർ അനുകൂലികളോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിലും അല്പസമയത്തിനകം കടകളും തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ഇവർ ഉന്നയിച്ച നിതിൻ രാജിന് നീതി കിട്ടണം, അതോടൊപ്പം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ സർക്കാർ അനുവദിക്കണം, കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണം, ഇങ്ങനെ തുടങ്ങി ഉന്നയിച്ച ആവശ്യങ്ങളോട് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾ കൂടി ചേർന്ന് നിന്ന് തെരുവിലിറങ്ങി സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സമരാനുകൂലികൾ കൂടുതൽ പൊതുജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് നയങ്ങളായിരുന്നു ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതെന്നാണ് ഇപ്പോൾ കാണുന്ന സാഹചര്യത്തിൽ പറയാനാകുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.